ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് വചനം കേൾക്കുകയും വചനം പഠിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം നിൻ്റെ മനസ്സിൽ നീ ഉറപ്പിക്കുക. അതായത്, വചനം നിനക്ക് വഴി കാണിച്ചു തരും. വചനം നിനക്ക് വഴി കാണിച്ചു തരും. ഞാനിത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം മുമ്പോട്ട് നോക്കുമ്പോൾ വഴി കാണാൻ പറ്റാത്ത വണ്ണം ഇരുളടഞ്ഞ ഒരവസ്ഥയാണ് നമുക്കെല്ലാവർക്കും. ഈ മഹാമാരിയുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്ന ഒരു മനസ്സാണ് നമ്മളെല്ലാവരുടെയും. അപ്രകാരം നിൻ്റെ ജീവിതത്തിൽ വഴി കാണാതെ നിൽക്കുമ്പോൾ ഈ സന്ദേശം നിനക്കുള്ള ഒരു സന്ദേശമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിനക്ക് ദൈവം ഒരു വഴി തെളിയിച്ചു തരും. ഈ മഹാമാരിയുടെ നടുവിൽ നമുക്ക് വിശ്വസിക്കാം, എൻ്റെ ദൈവം ഞങ്ങൾക്ക് ഒരു വഴി തെളിയിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, വഴിയറിയാതെ പരിഭ്രമിച്ചു നിൽക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. നല്ല ദൈവമേ, ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമേ. പ്രകാശം നിറയട്ടെ. മഹാമാരിയുടെ അന്ധകാരത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്ക് പ്രകാശം നിറയട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ മണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇരുളടഞ്ഞ ജീവിതാവസ്ഥയുടെ നടുവിൽ ഒരു വഴി തെളിയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ്. മരണവും രോഗവും ദുഃഖവും ഭയവും നമ്മളെല്ലാവരെയും വല്ലാണ്ട് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരമില്ലാത്ത അനേക ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും ചുറ്റുവട്ടത്തും ഉയർന്നുകൊണ്ടിരിക്കുന്നു. നാളെക്കുറിച്ച് വല്ലാണ്ട് പരിഭ്രാന്തിയോടുകൂടിയാണ് നമ്മളൊക്കെ കാണുന്നത്. ഒരു വഴി തെളിയിച്ചു കിട്ടണമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനം നമ്മുടെ മുമ്പിൽ ഒരു സത്യം പറയുന്നു. ഇരുളടഞ്ഞ നിൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ ഒരു വഴി ദൈവം നിനക്ക് തെളിയിച്ചു തരും. പ്രത്യാശയില്ലാതെ ഇരുളടഞ്ഞ നിൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ ഒരു വഴി, ഇന്നോളം നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത, ഇന്നോളം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വഴി ദൈവം നമുക്ക് വേണ്ടി തെളിയിച്ചു തരും. ഈ വിഷയം പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു സംഭവം നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 അപ്പം 10,000-ങ്ങൾക്ക് ഭക്ഷണമാക്കി കൊടുക്കുന്ന ആ അത്ഭുത രംഗമാണ്. പലതവണ നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ദൈവം പ്രവർത്തിച്ച വലിയ ഒരു അത്ഭുതം. ഇതിൽ യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്ന ഒരു രംഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. യേശു പീലിപ്പോസിനോട് പറയുന്ന ഒരു സംഭാഷണ ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 5-ാം തിരുവചനം. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും?
6-ാം തിരുവചനം പറയുന്നു, അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ശ്രദ്ധിച്ചു വായിച്ചുകൊള്ളണം. ഒരു വലിയ ജനതതി, ഇവർക്ക് ഭക്ഷിക്കുവാൻ അപ്പം കൊടുക്കണം. ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ പീലിപ്പോസിനോട് യേശു പറയുകയാണ്, പീലിപ്പോസേ, നമുക്കിവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കും? പ്രിയപ്പെട്ട ദൈവജനമേ, എന്നെ കേൾക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ നിരീക്ഷിക്കണം. അത് 6-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ തന്നെ മനസ്സിൽ കരുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം യേശുവിൻ്റെ പക്കൽ ഉണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം യേശുവിൻ്റെ പക്കൽ ഉണ്ട്. എങ്കിലും ഇതൊന്നും അറിയാത്ത ആ പാവപ്പെട്ട ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, ഇവർക്കെങ്ങനെ നമ്മൾ അപ്പം കൊടുക്കും? നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ ശിഷ്യന്മാരുടെ സ്വഭാവ രീതിയൊക്കെ വളരെ വ്യക്തമായി, ശിഷ്യന്മാരുടെ സംഭാഷണ രീതികളൊക്കെ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്താ അത്? അവർ പരസ്പരം ചോദിക്കുന്നതും അവരുടെ ഉത്കണ്ഠയുമെല്ലാം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ സുവിശേഷ ഭാഗത്തെ ഒന്ന് വിശകലനം ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന വലിയൊരു കൂട്ടം മനുഷ്യർ, അവരുടെ മുമ്പിൽ മനസ്സിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടുള്ള യേശു 5 അപ്പം 10,000-ങ്ങൾക്ക് വീതം വെച്ച് കൊടുത്ത സംഭവത്തെക്കുറിച്ച് വളരെ സുന്ദരമായിട്ട് എഴുതിയിരിക്കുന്നു. അവർക്ക് ഭക്ഷിച്ച് അവർ വയറ് നിറയുവോളം ഭക്ഷിച്ചെന്നു മാത്രമല്ല, മിച്ചം 12 കുട്ട മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, യേശു മനസ്സിൽ അത് കണ്ടിരുന്നു. കൃത്യമായി യേശു മനസ്സിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മഹാമാരിയുടെ നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ നീ ഒരു കാര്യം ഉറപ്പിക്കുക, ഈ പ്രശ്നത്തിന് പരിഹാരം നമ്മുടെ തമ്പുരാൻ കർത്താവിൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ പ്രാർത്ഥന എന്താ? ദൈവമേ, ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമേ. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ട്. ഈ പ്രതിസന്ധിക്കൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം നിറഞ്ഞ വഴി ദൈവമേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ അനുദിന ജീവിതത്തിലെ സകല പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം, ഈ വചനം നമ്മളെ ചിന്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തതയ്ക്കും വേണ്ടി കർത്താവ് നൽകുകയാണ്. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ കൊച്ചുബുദ്ധിയിൽ ചില വഴികൾ തെളിഞ്ഞു വരും. സത്യമാണ്, നമുക്ക് നമ്മുടേതായ ചില വഴികളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഈ മഹാമാരി ഒരു രാജ്യത്തൊന്നും മാത്രമല്ല, ലോകം മുഴുവൻ ഇതാഞ്ഞടിക്കുന്നു. ശാസ്ത്രലോകം പരിഭ്രമിച്ചു നിൽക്കുന്നു. ഭരണാധികാരികൾ എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നു. നമ്മുടെയെല്ലാം അനുദിന ജീവിതത്തിൽ വല്ലാണ്ട് ദുഃഖം നമ്മൾ കൊണ്ടുപോകുന്നു. ഇനി എന്താകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇതിൻ്റെ നടുവിൽ കൊച്ചു കൊച്ചു ബുദ്ധി, കൊച്ചു കൊച്ചു വഴികൾ നമ്മളും ഈ ഭൂമിയിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ വഴികളൊന്നും ഒരു വഴിയല്ല, ഒരു പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഉദാഹരണത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊച്ചു ബുദ്ധിയിൽ ഉദിച്ച ഒരു വഴിയുമായിട്ട് നിൽക്കുന്ന ഒരു തളർവാദ രോഗിയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം പരാമർശിക്കും. നമുക്കൊക്കെ പരിചയമുള്ള ഒരു കഥാപാത്രം ബെത്സൈദ കുളക്കരയിലെ രോഗശാന്തിയുടെ ആ തളർവാദ രോഗി. നീണ്ട 1-2 വർഷമല്ല, 38 വർഷത്തോളം ആ ബെത്സൈദ കുളക്കരയിൽ കിടക്കുന്നു. യേശു കടന്നു വന്ന് ആ രോഗിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്,
നിന്റെ ഈ രോഗത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അവൻ പറയുന്നത് എന്താ? വെള്ളം ഇളകുമ്പോൾ എനിക്ക് ഈ ജലത്തിലൊന്ന് ഇറങ്ങണം, രോഗസൗഖ്യം കിട്ടും. അതിനുവേണ്ടി വർഷം കുറേയായി ഞാനിവിടെ കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. 38 വർഷം വല്ലാണ്ടൊരു പ്രതിസന്ധി, മരവിച്ച മനസ്സ്, ആരും അവനെ സഹായിക്കാനില്ല. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു വഴിയാണ്, അവൻ്റെ രോഗസൗഖ്യത്തിനുള്ള വഴിയാണ് ദാ അവിടെ അവൻ കിടക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ജലത്തിൽ ഇറങ്ങാൻ പറ്റും. അതവൻ്റെ ഒരു ബോധ്യമാണ്, അവൻ്റെ ബുദ്ധിയിലെ ഒരു വഴിയാണ്. എന്നാൽ ആ വഴിയല്ല യഥാർത്ഥത്തിലുള്ളത്. അതിനപ്പുറം വിശാലമേറിയ ഒരു വഴിയുണ്ടെന്ന് യേശു പഠിപ്പിക്കുകയാണ്. യേശു നൽകുന്ന ഒരു വഴി അവൻ്റെ ബുദ്ധിയെ മറികടക്കുന്ന, സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറക്കുന്ന വിശാലമേറിയ ഒരു വഴിയാണ്. അതാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നതും ഇതുതന്നെയാണ്. മനുഷ്യൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഉദിക്കുന്ന ആശയങ്ങളും പദ്ധതികളുമല്ല നിറവേറുന്നത്, മറിച്ച് ദൈവം ഒരുക്കുന്ന ദൈവികമായ വഴിയാണ് നിത്യം നിലനിൽക്കുന്ന വഴി. ഈ മഹാമാരിയുടെ നടുവിൽ അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാം, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വഴി ഈ പ്രശ്നത്തിനുണ്ട്, ആ വഴി തെളിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും നല്ല ഉദാഹരണം ഇസ്രായേൽ ജനതയുടെ 40 വർഷത്തെ മരുഭൂമി യാത്ര. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു കഷ്ടമാണെന്നറിയോ? ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് യാത്ര ചെയ്ത് എത്തിച്ചേരേണ്ട ഇടം എത്ര വർഷമാണ്? 40 വർഷം. എത്ര കഠിനകരമായ കാര്യം! അത് വായിച്ചു പോകുമ്പോൾ വല്ലാണ്ടൊരു കഷ്ടം നമുക്ക് തോന്നും. കാരണം ഈജിപ്തിലെ പീഡകളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു ജനം, 1-2 മനുഷ്യരല്ല, ലക്ഷങ്ങളുള്ള ഒരു കൂട്ടം ആളുകൾ, ഇസ്രായേൽ ജനത കാനാൻ ദേശത്തേക്കുള്ള യാത്ര. അപ്പോൾ അവരുടെ യാത്ര ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരാമായിരുന്ന യാത്ര എത്തിച്ചേരുന്നത് 40 വർഷങ്ങൾ കൊണ്ടാണ്. അവർക്ക് വഴിതെറ്റിപ്പോയതാണോ? വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, അവർക്ക് വഴിതെറ്റിപ്പോയതൊന്നുമല്ല, മറിച്ച് അവരെ അങ്ങനെ കൊണ്ടുപോയതാണ്. കാരണം അവരുടെ യാത്രാ രീതിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 36-ാം തിരുവചനം പറയുന്നു, മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ യാത്രയെ നിയന്ത്രിച്ചിരുന്നത് രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും വന്നിരുന്ന ദൈവ സാന്നിധ്യമാണ്. ആ മേഘം നിൽക്കുന്നിടത്ത് അവർ കൂടാരം കെട്ടിയിരുന്നു. ആ മേഘം യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ അവരും യാത്ര പുറപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ കുറ്റിയടിച്ചതും കുറ്റിപറിച്ചതുമൊക്കെ ദൈവം നൽകിയ നിർദ്ദേശമനുസരിച്ചാണ്. 40 വർഷം. പ്രിയപ്പെട്ടവരെ, കാലം മുന്നോട്ട് നീങ്ങി ഇന്ന് ആ ജനതയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. 40 വർഷത്തെ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഇന്നത്തെ തലമുറയോട് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ 40 വർഷത്തെ ജീവിതം, മരുഭൂമിയിലെ ജീവിതം എന്നുള്ളത് വെറും ഒരു യാത്രയായിട്ടല്ല, മറിച്ച് തലമുറയോളം നിൽക്കേണ്ട ചില ജീവിത പാഠങ്ങളാണ് ആ യാത്രയിൽ, ആ മരുഭൂമി അനുഭവത്തിൽ അവർ പഠിച്ചത്. തലമുറകൾക്ക് അത് സമ്മാനിക്കപ്പെട്ടത്. എന്തു പറയേണ്ടു, ഈ ക്വാറന്റൈൻ, വീടിനുള്ളിൽ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ
എന്നെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ അടഞ്ഞിരിക്കേണ്ടി വരുമെന്ന്. ജീവിതത്തിൽ എന്നെങ്കിലും മിനിമം കാര്യങ്ങൾ, മിനിമം സാധനങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിച്ച് വലിയ ആർഭാട ജീവിതമൊന്നുമില്ലാതെ പുറത്തു പോകാൻ പറ്റാതെ ഇങ്ങനെ ജീവിക്കേണ്ടി വരുമെന്ന്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങ് ദൂരങ്ങളിലായിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ മരുഭൂമി യാത്രയിൽ കുറച്ച് ദിനങ്ങൾ കൊണ്ട് എത്തിച്ചേരേണ്ടത് 40 വർഷങ്ങൾ കൊണ്ടാണ് എത്തിച്ചേർന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മരുഭൂമി യാത്ര ചില വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ഉത്തരമുണ്ട്. ഈ യാത്ര കാനാൻ ദേശത്തേക്കെത്തും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ യാത്ര ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. ഈ യാത്ര മുന്നോട്ട് നീങ്ങും, അതുറപ്പ്. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമുക്ക് നൽകുന്ന ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 8-ാം തിരുവചനം. യെശയ്യായുടെ പുസ്തകം 55 8-ാം തിരുവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല. ദൈവം പറയുകയാണ്. ഒരു പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടേതായ ഒരു കൊച്ചുബുദ്ധി, നമ്മുടേതായ ഒരു വഴി നമ്മളെപ്പോഴും കണ്ടെത്തും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ദൈവം ഒരുക്കുന്ന വഴി നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വഴികൾക്കും അപ്പുറമാണ്. അതാണ് യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 9-ാം വചനം. തൊട്ടടുത്ത വചനം പറഞ്ഞിരിക്കുന്നത്, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. യെശയ്യാ പ്രവാചകൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനം ശ്രദ്ധിച്ച് വായിച്ചു പഠിച്ചുകൊള്ളുക. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഉന്നതമായ ചില വഴികൾ. ഈ മഹാമാരിയുടെ നടുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ആശ്രയിക്കാം. നമുക്ക് വേണ്ടി ഒരു വഴി കരുതിയിട്ടുള്ള നമ്മുടെ ദൈവത്തിൽ. 100,000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളും വരും. സാധാരണഗതിയിൽ നമ്മുടെ ഒരു വഴി അടയുമ്പോൾ, നമ്മുടെ ഒരു പദ്ധതി തീരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കാണ് ഡിസപ്പോയിൻമെൻറ്റ്, അല്ലേ? നിരാശ, ഡിസപ്പോയിൻമെൻറ്റ്. എന്നാൽ ആ ഇംഗ്ലീഷ് പദത്തെ കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും, എവ്രി ഡിസപ്പോയിൻമെൻറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ശരിയല്ലേ? എല്ലാ നിരാശയും എല്ലാം വഴിയടഞ്ഞു എന്ന് നീ കരുതിയ സമയങ്ങളൊക്കെ ദൈവം നിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി കണ്ടെത്തിയ ചില സമയങ്ങളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മഹാമാരിയുടെ നടുവിൽ നിനക്കുറച്ച് വിശ്വസിക്കാം, ദൈവം ചില വഴികൾ നിനക്കു വേണ്ടി ഈ ഇരുളടഞ്ഞ ജീവിത വഴിക്ക് മുമ്പിൽ നിനക്കു വേണ്ടി ദൈവം തുറക്കും, ഉറപ്പ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഈ ഭൂമിയിൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് ഈ വചനത്തിലാണ്. ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം, വിശ്വസിക്കാം. കാരണം ഉന്നതത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കാൾ വലുതെന്നാണ് ആ വചന സന്ദേശം നൽകുന്നത്. യെശയ്യാ 55:9. അതായത് വചനം അങ്ങനെ പറഞ്ഞത്, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. അല്പം കൂടെ ഈ കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വചനം നമ്മൾ വായിച്ചു പഠിക്കുക. വചനം ഇങ്ങനെ പറയുന്നു, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. അതായത് ഭൂമിയിൽ ഉള്ള വസ്തുക്കളിലല്ല. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, അസ്വസ്ഥതയുടെ നടുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, മറിച്ച് ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. സങ്കടകരമായ കാര്യം എന്തെന്നറിയോ? ഈ മഹാമാരിയുടെ നടുവിൽ, ജീവിതത്തിൻ്റെ പരിഭ്രാന്തിയുടെ നടുവിൽ പോലും പലരുടെയും ശ്രദ്ധ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്.
ജീവിതത്തിൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നിസാരപ്പെട്ട കാര്യങ്ങൾ, ആരെങ്കിലും പറഞ്ഞൊരു വാക്ക്, കളിയാക്കിയൊരു കാര്യം, അതും ഇതും കേട്ടുകൊണ്ട് 24 മണിക്കൂറും ജീവിതം നരകതുല്യമായി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നീ ഉന്നതത്തിലുള്ളവയെക്കുറിച്ച് ശ്രദ്ധിച്ച് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൃത്യമായിട്ട് ആ കാര്യം പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വലിയ സുന്ദരമായ വചനം നൽകുന്നത് യാക്കോബ് സ്ലീഹായാണ്. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനം, എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്, മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. എവിടുന്ന് വരുന്നു? ഉന്നതത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, യേശു ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു തന്ന മാതൃക ഏതാ? ഉന്നതത്തിൽ നിന്ന്. ഈ ഭൂമിയെ നോക്കിക്കൊണ്ടല്ല, എപ്പോഴും ഈശോയുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചുകൊള്ളൂ. എപ്പോഴും ഉന്നതത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട്, അപ്പനോട് ഒരു ബന്ധം പുലർത്തിക്കൊണ്ടാണ് ഈശോയുടെ ഓരോ നിലപാടുകളും. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധിയുടെ നടുവിൽ ഉന്നതത്തിൽ നിന്ന് എനിക്കൊരു വഴി കാണിച്ചു തരും, എനിക്കൊരു വഴി കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, അത് 5 അപ്പം 10,000 വീതം വെച്ച് കൊടുത്തപ്പോൾ മാത്രമല്ല, ലാസറിനെ ഉയർപ്പിച്ച രംഗത്തിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളം യേശു പുലർത്തിയിരുന്ന ഒരു ജീവിത രീതിയായിരുന്നു ഉന്നതത്തിൽ നിന്ന്. എന്തിനായി ഉന്നതത്തിൽ നോക്കുന്നത്? യാക്കോബ് സ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും എവിടുന്ന? ഉന്നതത്തിൽ നിന്ന്. ഉത്തമവും പരിപൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉത്തമവും പരിപൂർണവുമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഉത്തമയായ ഭർത്താവ്, ഉത്തമയായ ഭാര്യ, പരിപൂർണയായവൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തി, അങ്ങനെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ യുദ്ധങ്ങളും വഴക്കുകളും തർക്കങ്ങളുമെല്ലാം ആ കാര്യത്തോട് ബന്ധപ്പെട്ട, നിനക്കങ്ങനെ ചെയ്തുകൂടെ, നിനക്കതറിഞ്ഞില്ലല്ലോ, നീ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അല്ല, പരിപൂർണതയില്ല. വചനം പറയുന്നു ഉത്തമവും പൂർണ്ണവുമായത് ഉന്നതത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ഉന്നതത്തിലേക്ക്. നിൻ്റെ ജീവിത പങ്കാളി, നിൻ്റെ മക്കൾ, നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ പ്രതിസന്ധി, അതിനുള്ള ഉത്തരം ഉന്നതത്തിൽ നിന്ന്. വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ്, ഉന്നതത്തിൽ നിന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൃത്യമായി ഒരു കാര്യം യേശു പറഞ്ഞു തരികയാണ്. ഒരു പ്രതിസന്ധി, ജീവിതത്തിൻ്റെ മുമ്പോട്ട് നോക്കുമ്പോഴുള്ള അസ്വസ്ഥത, ഇരുളടഞ്ഞ അവസ്ഥ, ഇതിൻ്റെ നടുവിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആരുടെ കയ്യിലുണ്ട്? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്താ? ദൈവമേ, ഞങ്ങൾക്കൊരു വഴി കാണിച്ചു തരണമേ. ഈ ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ നടുവിൽ ഞങ്ങൾക്കൊരു വഴി നിൻ്റെ കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കത് കാണിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, വായിച്ച് പ്രാർത്ഥന പോലെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാവുന്നത് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 13-ാം തിരുവചനം, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക, അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ, ഈ ജനത അങ്ങയുടെ സ്വന്തമാണെന്ന് ഓർമ്മിച്ചാലും. മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്നത്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. ദൈവമേ, ഈ മഹാമാരിയുടെ നടുവിൽ എനിക്ക് വഴി കാണിച്ചു തരണമേ, കൃത്യമായി വഴി കാണിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിക്കൊരു ഉത്തരമുണ്ട്. അത് നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാം. ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും നടുവിൽ പരിഭ്രാന്തരും നിരാശയും ദുഃഖവും കൊണ്ട് ജീവിക്കാനല്ല, മറിച്ച് വഴി കാണിച്ചു തരണമേ, ഉന്നതത്തിൽ നിന്ന് വഴി കാണിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ളൊരു വഴി നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെടും. പ്രാർത്ഥിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ആമേൻ.